ഇവിടെ ബാംഗ്ലൂര് ഊബർ ഓടാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ദിവസം എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും, എത്ര രൂപ ചെലവ് വരും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട് പറയുന്നത്. അതായത് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആണെന്നില്ല, പലയിടത്തും പല റൂം റെന്റ് വരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലർക്കും പല ഏണിങ്സ് ആണ്. പിന്നെ ആദ്യമായിട്ട് വരുന്നവർക്ക് എന്തായാലും ഒരു ഫസ്റ്റ് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഏണിങ്സ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതിനോട് ചേർത്തുകൊണ്ട് തന്നെ വേറൊരു കാര്യം പറയാം. അതായത് ഇവിടെ വരുന്നത് രണ്ട് ടൈപ്പ് ആളുകൾ വരുന്നുണ്ട്. ഒന്ന് ഇവിടെ അങ്ങനെ വർക്ക് ചെയ്യാനും കുറച്ച് പൈസ ഉണ്ടാക്കണം ആ ചിന്തയിൽ വരുന്നവരുണ്ട്. അത് കൂടാതെ ബാംഗ്ലൂർ വരണം, അടിച്ചു പൊളിക്കണം, ടാക്സി ആകുമ്പോൾ അല്ലെങ്കിൽ ഊബർ ആകുമ്പോൾ ഓടാം, എല്ലാ സ്ഥലത്തും പോകാം, ആ ചിന്തയിൽ വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്ത വെച്ച് വരുന്നവർ അധികം ദിവസം നിൽക്കൂല, കുറച്ച് ദിവസം നിൽക്കുള്ളൂ. മാത്രമല്ല അവർ അത് കെട്ടിട്ട് പോവുകയും ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ കാലുവേദന അല്ലെങ്കിൽ ട്രാഫിക്, ഈ പറഞ്ഞ പോലെ അടിച്ചു പൊളിക്കുക. റൂമിൽ എന്ത് വേണമെങ്കിലും അടിച്ചു പൊളിക്കാം, പക്ഷേ ഓട്ടത്തിനിടയ്ക്ക് വേറെ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ 12 മണിക്കൂർ കണ്ടിന്യൂ പണി വരുമ്പോൾ പല ഇട്ടിട്ട് പോകാറുണ്ട്. അപ്പോൾ അതല്ലാതെ പണിയെടുക്കാനായിട്ട് വരികയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഫസ്റ്റത്തെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച നോക്കുന്നുണ്ട്. കാരണം ട്രാഫിക് അതല്ലെങ്കിൽ പിന്നെ സ്ഥലങ്ങൾ അറിയാണ്ട് കുറച്ച് ബുദ്ധിമുട്ട്, ഭാഷയുടെ ചെറിയ പ്രശ്നം, അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് തള്ളിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞൊന്ന് ലൈനിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റൂമിലുള്ള പിള്ളേർ ഓടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടാർജറ്റ് വെച്ചിട്ട് ഓടുന്നത്. അതായത് മിനിമം 2500 ഓടാതെ ഒരാളും തിരിച്ച് റൂമിലേക്ക് വരില്ല. ഏറ്റവും കുറവ് 2500 ഓടിയിട്ട് റൂമിൽ കയറുള്ളൂ. അപ്പോൾ എന്താ പറയുക, ചില 500 രൂപ റൂം റെന്റ് വരും, ഒരു 600-650 രൂപ CNG വരും, 100 രൂപ റൂം റെന്റ് വരും, ഒരു 200 രൂപ അല്ലെങ്കിൽ 300 രൂപ ഫുഡിന് വരും. അപ്പോൾ ടോട്ടൽ 1500 രൂപ ചിലവ് കഴിഞ്ഞിട്ട് 1000 രൂപ കയ്യിലിരിക്കും. അതായത് മിനിമം 2500 ഓടിയാലത്തെ കാര്യമുണ്ടോ പറയുന്നത്. നേരെ അതിന് മറിച്ച് കൂടുതൽ അതിൽ കൂടുതൽ ഓടുന്നവരുണ്ട്, ഇല്ലെന്നല്ല കുറവിന് ഓടുന്നവരുണ്ട്. അപ്പോൾ വേറെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ഓട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രയും പൈസ കയ്യിൽ നിന്ന് പോകും. അതായത് റൂം റെന്റും വണ്ടി റെന്റും എല്ലാം കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓടിയെങ്കിൽ മാത്രമേ ഈ ഒരു എനിക്ക് കിട്ടുള്ളൂ. ഞാൻ ഈ വീഡിയോ അധികം വലിച്ചു കിട്ടുന്നില്ല, തമിഴിൽ പറഞ്ഞ പോലെ തന്നെ എത്ര കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. പക്ഷേ ഇപ്പം ഈ പറഞ്ഞതെന്ന് എനിക്കറിയാം, വീഡിയോ കുറച്ചധികം പേര് കാണുകയാണെങ്കിൽ എന്തായാലും നെഗറ്റീവ് കമൻസ് വരും. കാരണം ഇവിടെ മെയിനായിട്ട് പറയും ഇവിടുത്തെ ട്രാഫിക്, കാലുവേദന വരും, ടച്ച് ചവിട്ടിയിട്ട് അങ്ങനെ പറയും. അതെല്ലാം ഉള്ളത് തന്നെയാണ്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ അതെല്ലാം തരണം ചെയ്ത് ഓടുകയാണെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയും നാട്ടിലൊരു പണിയില്ല, എങ്ങനെയും കയറി വന്നാൽ മതി, എങ്ങനെയും ഒരു പണി ചെയ്താൽ മതി, ഒരു ജോലി കിട്ടിയാൽ മതി ചിന്തിക്കും, ഒരു കഷ്ടപ്പെട്ട് ഓടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ അറിവിൽ തന്നെ ഇവിടെ ഒരുപാട് പേരുണ്ട് ഓടുന്നവർ. കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ 2500-3000 സ്ഥിരം ഓടുന്ന ആളുകളുണ്ട്. അവരെ വീക്കിലി എത്ര കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഒരു അടുത്തൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഊബറിൻ്റെ മാത്രമാണ്. അതല്ലെങ്കിൽ ചോദിക്കും 1000 രൂപ നമുക്ക് നാട്ടിൽ ഓടി കഴിഞ്ഞാൽ കിട്ടില്ല നമുക്ക് ചോദിക്കും. ചിലപ്പോൾ സ്വിഗ്ഗിയോടെയോ സൊമാറ്റോടെയോ കിട്ടില്ല എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കരുത്, കാരണം അത് ഞാൻ ഓടി നോക്കിയിട്ടുള്ളതാണ്. കിട്ടൂല എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. കാരണം അവിടെ കിട്ടുക ഒരു 1000-1200 രൂപ മാക്സിമം കിട്ടുള്ളൂ. അതിൽ നിന്ന് എല്ലാ ചിലവും കഴിഞ്ഞ് കഴിഞ്ഞാൽ 500-600 മാക്സിമം 700 കയ്യിലിരിക്കുള്ളൂ. അതും ടാസ്ക്കാണ്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ, അങ്ങനെ നോക്കുകയാണെങ്കിൽ മാത്രം ഇത് കുറച്ച് ബെറ്ററാണ്. അതല്ലെങ്കിൽ നമുക്ക് വേറെ ജോലി ഇല്ല, ഒരു ജോലി എങ്ങനെ കിട്ടിയേ പറ്റുള്ളൂ എന്ന് നോക്കുമ്പോഴും ഇത് ഓക്കെയാണ്. അതല്ല മറ്റൊരു ജോലി നോക്കാൻ വേണ്ടി വരുമ്പോൾ ഈ പറയുന്ന ഊബർ വലിയ കുഴപ്പമില്ല. അതായത് ഊബർ ജോലി ചെയ്യാൻ അതിൻ്റെ ഒപ്പം തന്നെ വേറെ ജോലിക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് അത്ര കുറഞ്ഞു കിട്ടും. അതായത് ഈ ഒരു ജോലി ചെയ്യുമ്പോൾ റൂം റെന്റ് കാര്യങ്ങളൊക്കെ അതിൽ പൊക്കോളും. ജോലി ചെയ്യണം കേട്ടോ, ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് കഴിഞ്ഞ് പൊക്കോളും. അതിനുശേഷം നമുക്ക് വേറൊരു ജോലിക്ക് ട്രൈ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. അതല്ലാതെ ഇതൊരു സ്ഥിര ജോലിയാക്കി എടുത്തു കഴിഞ്ഞാൽ അത് വണ്ടിയോട് അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ അത്രയും പാഷനുള്ള ആൾക്കാരായിരിക്കണം, അവർക്കത് പറ്റുള്ളൂ. അതായത് ഈ വണ്ടിപ്രാന്ത് എന്നൊക്കെ പറയില്ലേ, അത്രയും കാർ ഓടിക്കാൻ അത്ര ഇഷ്ടമുള്ളവർക്ക് ഇത് സംഭവം നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതല്ലാത്തവർക്ക് ഈ പണി ബുദ്ധിമുട്ടാണ്. അത് വീണ്ടും എടുത്ത് പറയാണ്. ഓക്കെ, അപ്പോൾ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നത് എൻ്റെ അറിവിൽ ഏകദേശം 1000 മുതൽ 1500, 1800 ആ ഒരു റേഞ്ചിൽ ദിവസം ആളുകളിലൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അതും എക്സ്പീരിയൻസ് ഉള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എടുത്ത് വേറെ വഴി കൂടി പോകാൻ അറിയണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ കറക്റ്റ് അറിയുന്നില്ല. ഞാൻ കുറേ ബ്ലോക്കിൽ പെട്ട് നിന്ന് പോയി. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഏണിങ്സ് ഇപ്പോഴും ഞാൻ എടുത്ത് ഇത് പറയാത്തത്. എനിക്കിപ്പോൾ അത്ര കിട്ടിയിട്ടില്ല, പക്ഷേ ഓടുന്നവർക്ക് ഏകദേശം ആ ഒരു റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഊബറായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ തേടാം. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഞാൻ ഇവിടെ ആരോടും ചോദിച്ചിട്ടായാലും അത് ക്ലിയർ ആക്കാം. ഓക്കെ.